is one thing we got to know. അത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. Now the Lord is not going to fight with Satan by the number of people he will have. No. ദൈവത്തിന് ലഭിക്കുന്നതായ ആൾക്കാരുടെ എണ്ണം വെച്ചുകൊണ്ടല്ല ദൈവം പിശാചുമായി യുദ്ധം ചെയ്യാൻ പോകുന്നത്. But we need to know that God is going to really bring the church to maturity, and through the church he is going to expose and defeat all the works of Satan. ദൈവം തന്റെ സഭയെ ഒന്നിച്ച് വിശ്വാസികളെ ഒന്നിച്ച് ചേർത്ത് പണിത് തന്റെ ശരീരമായി തീർത്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി ആ സഭയുടെ ശക്തിയിലൂടെ പിശാചിനെയും അവന്റെ പ്രവർത്തനത്തെയും ഇല്ലാതാക്കുമെന്ന് ശപിക്കാൻ So the പോവുകയാണ്. Lord is never after number, but the Lord is after an increase of his life in his people in these days. ദൈവം ഒരിക്കലും എണ്ണത്തിൽ വ്യാപൃതനല്ല, പിന്നെയോ തന്റെ ജീവൻ തന്റെ ജനത്തിൽ പകരപ്പെടണം, അത് വർദ്ധിക്കണമെന്നുള്ള ഒരേ ഒരു ആഗ്രഹമുള്ളവനാണ്. So beloved brothers and sisters, we need to know that God is not after number concerning us here, but the Lord is surely concerned about an increase of his life that will come to us through every joint supply. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എണ്ണം എന്നുള്ളത് അല്ല ദൈവത്തിന് ഒരു പ്രശ്നമായിരിക്കുന്നത്, പിന്നെയോ തന്റെ ജീവൻ നമ്മിലൂടെ ഈ ദിവസങ്ങളിൽ വെളിപ്പെടണം എന്നുള്ളത് മാത്രമാണ് ദൈവത്തിന് പ്രാധാന്യത. There was a pastor ഒരു പാസ്റ്റർ whose name is John. ജോൺ ആണ് അദ്ദേഹത്തിന്റെ പേര്. You know, one day when he was praying, ഒരു ദിവസം അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നപ്പോൾ the Lord said to him like this. അദ്ദേഹത്തോട് ഇങ്ങനെ ദൈവം പറഞ്ഞു, He said, John, at one time you had 200 children, but you have 2,000 children now. ഒരു കാലത്ത് ജോണ നിനക്ക് 200 കുട്ടികളായിരുന്നു മക്കളായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പൊ അത് 2000 വർദ്ധിച്ചിരിക്കുകയാണ്. Now you are not having a church, but you have an orphanage, and you are the director of the orphanage. അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പൊ നീ ഒരു അനാഥശാലയാണ് നടത്തുന്നത്, വാസ്തവത്തിൽ ഒരു സഭയല്ല, ഈ അനാഥശാലയുടെ ഡയറക്ടറായിട്ട് ഇപ്പൊ നീ ഇരിക്കുന്നത്. In other words, we see that when he had 200 people, they remained as real children, never grown in the Lord. And through evangelism, he got more people, and the church grew into 2,000, but they were all in the same level of growth like ഒരു children. വ്യക്തി പറഞ്ഞ 200 പേരെ ലഭിച്ച സമയത്ത് അവർ ആത്മീകമായി വളരാതെ ശിശുക്കളായിരുന്നു, വീണ്ടും 2000 കൂടെ കൊണ്ടുവന്നു. ഇവരെല്ലാം ആത്മാവിൽ വളരാതെ ആത്മീകമായി വളരാതെ ശിശുക്കളായി ഇരുന്നതുകൊണ്ട് ഇത് ഒരു അനാഥശാല മാത്രമായി മാറിയിരിക്കുകയാണ്. And the Lord began to deal with this man. ഈ ദൈവദാസനോട് ദൈവം ഇടപെടുവാനായിട്ട് തുടങ്ങി. And then God began to remove the people from the church. സഭയിൽ നിന്ന് ഓരോരുത്തരും ദൈവം അങ്ങോട്ട് നീക്കാനായിട്ട് തുടങ്ങി. When the Lord began to reveal to him the truth about the body of Christ. കർത്താവിന്റെ സഭയാകുന്ന ശരീരത്തിലെ സത്യത്തെക്കുറിച്ച് ദൈവം അദ്ദേഹത്തിന് വെളിപ്പെടുത്തിയപ്പോൾ So many people began to leave the church. പല ആൾക്കാരും സഭ വിടുവാനായിട്ട് So we തുടങ്ങി. need to know that we need to have an increase that comes from our joining together with one another. നാം അന്യോന്യം ബന്ധിപ്പിക്കപ്പെടുന്നതിലൂടെ ഒരു ആത്മീകമായ വളർച്ച നമ്മിൽ Now സംഭവിക്കേണ്ടതായിട്ടുണ്ട്. let me ask you one thing. ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, What is the purpose of a joint? ജോയിന്റിന്റെ ഈ സന്ധികളുടെ ഉദ്ദേശം എന്താണ്? Somebody can answer me. Yes. Tell me some other purpose. Join. Activity, right? Yeah, I said it before. It is this joint that holds two members together. Praise God. ഈ സന്ധികളാണ് രണ്ട് അവയവങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് Now ചേർക്കുന്നത്. without the joint, these two will be two separate members. ഈ സന്ധികളില്ലെങ്കിൽ ഈ രണ്ട് ഭാഗവും രണ്ടായിട്ടാണ് ഇരിക്കും. Number one, we got to know that without joint, there cannot be a holding together in the body of Christ. ക്രിസ്തുവിന്റെ സഭയാകുന്ന ശരീരത്തില് സന്ധികളില്ല എങ്കിൽ അന്യോന്യം ചേർന്ന് നിൽക്കുന്ന അനുഭവം ഉണ്ടാവുകയില്ല. Tell me some other reason also. ഇനി ചില കാര്യങ്ങൾ പറയാം. What is the purpose of a joint? No medical students, okay? Now without the joint, there can be no supply of life from here to here. Yes? ഈ സന്ധികളില്ലെങ്കിൽ ഇങ്ങോട്ടുള്ളതായിട്ടുള്ള എന്താണ് സപ്ലൈ എന്ന് പറഞ്ഞാല് സപ്ലൈ ഇല്ല. If there is no joints, it cannot supply life from here to this particular member. ഈ സന്ധികളില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ജീവൻ ഇങ്ങോട്ട് പ്രവഹിക്കപ്പെടുവാൻ സാധ്യമല്ല. So we see that joints in a natural or physical body is vital and very important. അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും സ്വാഭാവിക ശരീരത്തിൽ സന്ധികൾ എന്ന് പറയുന്നത് അതിപ്രാധാന്യതയുള്ള ഒരു ഘടകമാണ്. And if there is any problem with the joint, you are in trouble. എന്തെങ്കിലും ഈ സന്ധികൾക്ക് പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ പ്രശ്നത്തിലുമായി. Suppose if this joint has got a problem, there will be swelling, there will be pain,
and you'll be withering in pain, isn't it? Amen? ഉദാഹരണമായിട്ട് ഈ Yeah. ജോയിന്റിൽ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ Yeah. നിങ്ങൾക്ക് നീര് പിടിച്ച് വേദന പിടിച്ച് ആകെ അസ്വസ്ഥരാകും. Now we know that if we do not have strong joints, there cannot be strong holding together, no strong functioning, and there can be no transmission of true life. അതായത് ശരിയായ ഒരു സന്ധി ഇല്ല എങ്കിൽ Yeah. ഒരിക്കലും അവയവങ്ങളെ തമ്മിൽ ചേർത്ത് പിടിപ്പിക്കുവാനോ അല്ലെങ്കിൽ ജീവന്റെ പ്രവാഹം ഉണ്ടാകുവാനോ സാധ്യമല്ല. You know, today when we look at the spiritual world, the present day Christian churches would look like paralyzed churches. ഇന്നത്തെ സഭാലോകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ ആകെ പിന്നെ തളർന്നതായിട്ടുള്ള സഭയാണ് കാണുന്നത്. All the joints are weak. എല്ലാ സന്ധികളും ക്ഷീണിച്ച് And she is standing on two crutches. വാസ്തവത്തിൽ രണ്ട് വടിമേലാ ഇപ്പൊ സഭ നിൽക്കുന്നത്. And saying, "Come, Lord Jesus, please come soon." മീറ്റിംഗിലൊക്കെ പറയും യേശുവേ നീ വേഗം വരണമെന്ന്. But she's standing literally on two crutches. All the joints are വാസ്തവത്തിൽ അച്ഛങ്ങൾ പറയുകയാണെങ്കിൽ നിൽക്കാൻ പോലും വയ്യാത്ത സ്ഥിതിയിൽ ആ സഭ ഇരിക്കുന്നത്. എന്നിട്ട് പറയാ കർത്താവേ നീ വേഗം വരണമെന്ന്. As I told you before, Jesus Christ is not coming with an ambulance, please. യേശു ക്രിസ്തു ഒരിക്കലും ഒരു ആംബുലൻസുമായിട്ടല്ല വരാൻ പോകുന്നത്. Jesus Christ is not going to deal with, "Now, brother, please don't fight with, I'm bringing an ambulance to take you all." No. Jesus Christ is coming back for a glorious bride for him. Yeah. യേശു ക്രിസ്തു വരുന്നത് മഹത്വമുള്ള ഒരു മണവാട്ടിയെ തനിക്ക് വേണ്ടി ചേർക്കാനായിട്ട് വരാൻ And പോകുന്നത്. therefore, we need to know that we as a local body of believers, we need to have strong joints which will hold us together and help us to transmit life from one member to the other and help us to increase with the life of the Lord Jesus Christ. അതുകൊണ്ട് നാം ഈ പ്രാദേശിക സഭ എന്ന നിലയിൽ Yeah. വിശ്വാസികളായ നമുക്ക് അന്യോന്യം ദൃഢമായ സന്ധി ബന്ധം ആവശ്യമാണ്. കാരണം നമ്മളെ അന്യോന്യം ചേർത്ത് മുറുക്കെ പിടിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു വ്യക്തിയിലേക്ക് ജീവൻ പകർന്ന് യേശുക്രിസ്തുവിന്റെ ജീവൻ ഈ ലോകത്തിലേക്ക് വെളിപ്പെടുത്തുവാൻ കഴിയത്തക്കവണ്ണം ഒരു ശരീരമായി നമ്മൾ മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. So this is a very, very important for us to know. നമുക്കറിയാനായിട്ട് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയം ഇതാണ്. You know, where the joining is weak, then there is, we can see that there is no real strength there. സന്ധികൾ എപ്പോഴൊക്കെ ക്ഷീണിക്കുമോ അവിടെയൊക്കെ There is no balam. ബലമില്ലാത്ത അവസ്ഥയിലേക്ക് വരും. For example, ഉദാഹരണമായിട്ട് if you, once, at one time, not one time, I still have a problem. I have a problem with my shoulder. This thing comes out. I have a dislocated shoulder. ഈ വലതു വശത്ത് എന്റെ കരമ് ഒരിക്കൽ സന്ധി ഇത് തെറ്റിപ്പോയി. When I was playing basketball, it happened. ബാസ്കറ്റ്ബോൾ So what happened is that I still remember, I can relate this very easily in my life. എനിക്ക് ഇതിനെ വളരെ ബന്ധപ്പെട്ട് സംസാരിക്കാൻ പലപ്പോഴും സാധിക്കും. When this comes out, ഇത് എന്താ വെളിയെ I try to do like this and put it back. ഞാൻ എങ്ങനെ ഇത് പിടിച്ചിടാനായിട്ട് ശ്രമിച്ചു. Yeah, and then afterwards, അതിനുശേഷം for 2 days, 2 ദിവസം I cannot do anything with this hand. ഈ കൈ കൊണ്ട് യാതൊന്നും ഞാൻ കഴിഞ്ഞില്ല. It's very hard. I can't take bath. I can't eat my food. Nothing I can do with this hand. കുളിക്കാൻ പറ്റിയില്ല, കഴിക്കാനും പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി. Why? എന്തുകൊണ്ട്? This joint came out. ഈ സന്ധി സോക്കറ്റിൽ നിന്ന് വെളിയിൽ പോകുന്നു. This member came out of its joint. ഈ അവയവം എന്ന് പറയുന്നത് സന്ധിയിൽ നിന്ന് വേർപെട്ട് മാറി. And that affects the whole body. Yeah. അത് മുഴുവൻ ശരീരത്തെയും പിന്നെ ബാധിക്കുകയാണ്. That is why the Apostle Paul always brings the example of a human body to relate to the church life. അതുകൊണ്ടാണ് പൗലോസ് പലപ്പോഴും കർത്താവിന്റെ സഭയെ താരതമ്യപ്പെടുത്തുവാനായിട്ട് എപ്പോഴും ആക്ഷരികമായി ശരീരത്തെ ഉപമിച്ച് പറയുന്നത്. Yeah, and therefore because I have a weak joint, I see that my whole hand does not function strongly. Yeah. അതുകൊണ്ട് എനിക്കിവിടെ ഒരു ക്ഷീണിതമായിട്ടുള്ള അബലമായ സന്ധി ഉണ്ടായിരുന്നത് കൊണ്ട് എന്റെ ഈ മുഴു ശരീരവും പ്രവർത്തന ശേഷിയില്ലാതായി മാറി. Today this is the condition in many places, beloved. ഇന്ന് പല സ്ഥലങ്ങളിൽ ഇതാണ് വാസ്തവത്തിലെ അവസ്ഥ. But the Lord wants you and I to be a strong body with strong joints and growing on in the Lord Jesus Christ. എന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബലവത്തായ ശരീരം, ബലവത്തായ സന്ധികളുള്ളതായിട്ട് കർത്താവിൽ ഒന്നിച്ചു വളരെ അനുഭവത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. Now what will this joints talk to us in our spiritual life? നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ സന്ധി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? Joints will talk to us about relationship. ഈ സന്ധി അന്യോന്യമുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്. You know, the local church is not merely people saved, baptized in the Holy Spirit, but the local church is people related or built together or related together or people in relationship.
പ്രാദേശിക സഭ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാഭിഷേകം പ്രാപിച്ച കുറെ ആൾക്കാർ ഒന്നിച്ചു കൂടുന്നല്ല. പിന്നെയോ വിശ്വാസികൾ അന്യോന്യം ബന്ധിക്കപ്പെട്ട പണിയപ്പെട്ട ഒരു അവസ്ഥയാണ് സഭ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അതായത് ബന്ധത്തിൽ ജീവിക്കുന്നതായിട്ട് ഒരു കൂട്ടം ബന്ധത്തിലുള്ള ഒരു കൂട്ടം. That is why we said this morning that the Lord wants to make two into one by the working of the cross in our lives. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ പറഞ്ഞത് ഈ ഇരുപക്ഷത്തെയും ക്രൂശിന്റെ അനുഭവത്തിലൂടെ ഒന്നാക്കി തീർക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. Today we see almost in every church and denomination there is groupism, division and fighting and everything. Even things that are even unheard among the Gentiles are happening in the so-called spirit-filled churches. ഇന്നത്തെ സഭാലോകത്തിൽ ഇന്നത്തെ ആത്മബലം ഉണ്ടെന്ന് അവകാശപ്പെടുന്നതായിട്ടുള്ള ആൾക്കാരുടെ നടുവിൽ പോലും തമ്മിൽ തല്ലും വാഗ്വാദവും അന്യോന്യമുള്ളതായിട്ടുള്ള ഗ്രൂപ്പിസവും നടക്കുന്നതിന്റെ പ്രധാന കാരണം because there is no strong relationship. കാരണം അങ്ങോട്ട് അന്യോന്യമായിട്ടുള്ള ബലവത്തായ ഒരു ബന്ധമില്ല എന്നുള്ളതാണ്. Beloved brothers and sisters, you and I need to have a strong relationship with one another. It is inevitable, it is inescapable if we want to have a true body of Christ in this place. പ്രിയമുള്ളവരെ, ഈ സ്ഥലത്ത് നമുക്ക് കർത്താവിന്റെ ഒരു ശരീരം ശരിയായി പണിതെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അന്യോന്യം വിശ്വാസികൾ തമ്മിൽ വളരെയധികം ആഴമായ ഒരു സന്ധി ബന്ധം ആവശ്യമാണ്. ഇതില്ലാത്തിടത്തോളം കാലം സഭ പണിയുവാൻ സാധ്യമേ അല്ല. You know, there are many places people are very superficial in their relationship. പല സമയത്തും ഈ ബന്ധത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ പല സ്ഥലങ്ങളിലും പല ആൾക്കാരും സൂപ്പർഫിഷ്യൽ ആണ്, അല്ലെങ്കിൽ superficial. ബന്ധങ്ങൾ ആഴമേറിയതല്ല, ഉപരിതലമായുള്ള. And because of that we see there are all kinds of problems today. അതുകൊണ്ട് അനേക സ്ഥലങ്ങളിൽ പലവിധമായ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. So we need to see where there is weak relationship, there is always problem. അതുകൊണ്ട് എവിടെയൊക്കെ അയഞ്ഞതായിട്ടുള്ള ക്ഷീണിച്ച ബന്ധങ്ങൾ വിശ്വാസം തമ്മിലുണ്ടല്ലോ അവിടെയെല്ലാം പ്രശ്നങ്ങൾ നടക്കാൻ കാണാൻ സാധിക്കും. But if our relationship is strong, then there can be no problem in our lives. എന്നാൽ നമ്മുടെ ബന്ധങ്ങൾ അന്യോന്യം വളരെ ദൃഢമാണെങ്കിൽ ഒരു പ്രശ്നം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. Listen carefully. ശ്രദ്ധിച്ച് കേൾക്കണം. വിശ്വാസികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. Now let me tell you another fact. ഒരു ഘടകം ഞാൻ പറയട്ടെ. Listen carefully. ശ്രദ്ധിച്ച് കേൾക്കുക. Where the commitment is weak, there the relationship is also weak. എവിടെയൊക്കെ സമർപ്പണം ബലഹീനമാണോ അവിടെയെല്ലാം വിശ്വാസികൾ തമ്മിലുള്ള ബന്ധവും ക്ഷീണമായിരിക്കും. Very important. ബലഹീനമായി. Where relationship is weak or where commitment is weak, their relationship is also weak. എവിടെയൊക്കെ സമർപ്പണം ബലഹീനമാണോ അവിടെയെല്ലാം ബന്ധവും ബലഹീനമായിരിക്കും. Now if you take a married life of a man, ഒരു മനുഷ്യന്റെ വിവാഹ ജീവിതം എടുക്കുകയാണെങ്കിൽ we see that first he gets into a commitment, then he begins to go into a relationship. ആദ്യം ആ വ്യക്തി ഒരു സമർപ്പണത്തിലേക്ക് വരുന്നു, പിന്നീട് മറ്റേ വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധ ജീവിതത്തിലേക്ക് വരുന്നു. Now this is very important for us to see in our body life, in our church life. നമ്മുടെ സഭാ ജീവിതത്തിൽ ശരീരമായി നാം സഭയായി പണിയപ്പെടുന്ന ജീവിതത്തിൽ ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. Now I need to see that I am brought into the body of Christ and it is a life of commitment and therefore I can grow into a relationship with one another. ഞാൻ സഭയിലേക്ക് ഒന്നിച്ച് ചേർക്കപ്പെടുന്നതായിട്ടും ഞാൻ സമർപ്പിക്കപ്പെടുന്നതായിട്ടും വിശ്വാസികൾ തമ്മിൽ അന്യോന്യമായിട്ട് പണിയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേരുന്നതായിട്ട് ഞാൻ കാണേണ്ടതായിട്ടുണ്ട്. For example, ഉദാഹരണമായിട്ട് now I know when I got married, ഞാൻ വിവാഹം കഴിഞ്ഞപ്പോൾ I made a covenant with my wife. ഞാൻ എന്റെ ഭാര്യയുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുകയുണ്ടായി. And because of that covenant I made with her, ഞാൻ അവളുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തതുകൊണ്ട് it is sure that in our lives there were storms, there were situations, there were difficulties. പല പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും പല കൊടുങ്കാറ്റുകളും ഉണ്ടായിട്ടുണ്ടായെങ്കിലും But I could not run away saying, now you go your way, I would like to go my way. ശരി, നീ നിന്റെ വഴിക്കൂടെ പോയിക്കോ, ഞാൻ എന്റെ വഴിക്കൂടെ പോകാമെന്ന് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. Why I could
not do that? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ There പറ്റാത്തത്? is a covenant with which we are united now. ഇപ്പോൾ നമ്മൾ തമ്മിൽ ചേർക്കപ്പെട്ടതായുള്ള ഒരു സമർപ്പണം അല്ലെങ്കിൽ ഒരു ഉടമ്പടി And ഉണ്ടെന്നുള്ളതാണ്. because of that covenant and that commitment there, I cannot run away. But in spite of that situation, I try to grow up into a relationship with ഈ Him. സമർപ്പണവും ഈ ഉടമ്പടിയും കാരണം Yeah. എനിക്ക് ഓടുവാനല്ല പറ്റുന്ന പിന്നെയോ ഈ എല്ലാ സാഹചര്യം മധ്യേ ഞങ്ങൾ വീണ്ടും വീണ്ടും ആത്മീകമായി ബന്ധത്തിൽ ബലപ്പെട്ട് ജീവിക്കാൻ. And so when I look back to the past years of my married life, I can say that we were getting stronger and stronger in our relationship with one another. Yeah. കഴിഞ്ഞകാല വിവാഹ ജീവിതത്തെ തിരിഞ്ഞു നോക്കി ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ സാഹചര്യ മധ്യയിൽ ഇത്രത്തോളം ഓരോ ദിവസവും ഞങ്ങളുടെ ബന്ധം കൂടുതൽ ബലമായി What വരികയാണ്. is the reason? എന്താ കാരണം അറിയാമോ? There is a strong covenant which helps us to have a strong relationship. അതായത് ഒരു ആഴമായ ബന്ധം ഉണ്ടാകത്തക്കവണ്ണം അതിന് പിന്നിൽ ഒരു ആഴമായ ബലമുള്ളതായിട്ടുള്ള ഒരു ഉടമ്പടി ഉണ്ടെന്നുള്ളതാണ്. Yeah, and therefore I need to be a person with a covenant relationship with my brothers and my sisters in the local church. അതുകൊണ്ട് പ്രാദേശികമായ സഭയിൽ എന്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും എനിക്ക് ആഴമായ ഒരു ഉടമ്പടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. And that is very important. അത് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. Because I have a covenant and a commitment with my brothers and ഞാൻ എന്റെ sisters, സഹോദരനുമായിട്ട് ഒരു ഉടമ്പടി ഉള്ളതുകൊണ്ട് ഒരു സമർപ്പണം ഉള്ളതുകൊണ്ട് I cannot run away എനിക്ക് ഒഴിവാൻ പറ്റിയില്ല. because I feel different with my brother. എനിക്ക് എന്റെ സഹോദരന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും I cannot run away. എനിക്ക് ഒഴിവാൻ പറ്റിയില്ല. Why? എന്തുകൊണ്ട്? Because we are held together by a joint. Amen? കാരണം ഞങ്ങളുടെ തമ്മിൽ ഒരു സന്ധിയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. This is a very vital and an important thing in the body of Christ. കർത്താവിന്റെ സഭയാകുന്ന ശരീരത്തില് അതിപ്രാധാന്യമുള്ള ഒരു വിഷയമാണിത്. Today we see that everywhere there are so much of backbiting and bickering and fighting and division, and every man trying to do his own thing, and the name of the Lord is put to shame. ഇന്നത്തെ ആത്മീയ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഓരോ പല സ്ഥലങ്ങളും എല്ലാ സ്ഥലങ്ങളും തന്നെ തമ്മിലടിയും വാഗ്വാദവും പരദൂഷണവും ഒക്കെ നടക്കുകയാണ്. ഓരോ മനുഷ്യരും അവരവർ ഇഷ്ടമുള്ളതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. Yeah, and this is very important for us, beloved brothers and sisters. പ്രിയമുള്ളവരെ, ഈ ഒരു പ്രത്യേകമായി അറിഞ്ഞിരിക്കുന്നതായിട്ടുണ്ട്. As the Lord has brought us together and He is forming a body here, we need to know we as members should be fitly joined with one another. കർത്താവിന്റെ സഭയിലേക്ക് നമ്മളെ കർത്താവ് ചേർത്തിരിക്കുന്നത് കൊണ്ട് നാം ഈ ദിവസങ്ങളിൽ പ്രത്യേകമായ ഒരു കാര്യം ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. നാം അന്യോന്യം ആഴമായ ദൃഢമായ ഒരു സന്ധി ബന്ധത്തിലേക്ക് വരുന്നതായിട്ട്. We need to know that we are to come into a covenant relationship with one another. നാം അന്യോന്യമായ ഒരു ഉടമ്പടിയും ബന്ധത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. And that will help us to grow into a relationship with one another. അത് മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്യോന്യമായ ഒരു ബന്ധത്തിൽ ജീവിക്കുവാനുള്ള സഹായിക്കുകയുള്ളൂ. Now turn with me to 1 Corinthians chapter 12. Paul ഒന്നുമില്ല. again gives there the example of a human body, the analogy of a human body. ഇവിടെ വീണ്ടും ഒരു സ്വാഭാവിക ശരീരത്തിലെ അവയവങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയാണ്. Verse 18. 18ാമത്തെ വാക്യം. Yeah. But now hath God set the members, every one of them in the body, as it has been in. Praise God. Now God setteth members in the body as it pleases Him. Amen. ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെ വെച്ചിരിക്കുന്നു. Praise the Lord. Is that clear to us? Yeah. Now who is the head? ആരാണ് തല? We see that Jesus is the head. Yeah. Jesus is the head. But if we do not have a pattern of the body like this, but if you have the pattern like state overseer, then district overseer, then central pastor, and then pastor, and elders and deacons, now this doesn't function the way this will function. It is different. ഇങ്ങനെ ഒരു വ്യവസ്ഥിതിയാണ് നമുക്കുള്ളതെങ്കിൽ ഒരു ശരീരമായിട്ട് ഒരിക്കലും സഭയ്ക്ക് പ്രവർത്തിക്കാൻ സാധ്യമല്ല. Why? എന്താ കാരണം? Here somebody is appointed by man and not by God. ഇവിടെ മനുഷ്യനാൽ ആരെയോ നിയോഗിച്ചിരിക്കുകയാണ്. ഇവിടെ You understand what I'm saying? അതേതായാലും You മനസ്സിലാവുന്നു. know, in many places, people in leadership are voted in and voted out. അനേക സ്ഥലങ്ങളിൽ നേതൃത്വത്തിലേക്ക് വരുന്നവരെ വോട്ടിട്ട് നിലനിൽക്കുകയും വോട്ടിട്ട് വെളിവിടുകയും ചെയ്യുന്നുണ്ട്. But do you see in the book of Acts?
അപ്പോസ്തല പ്രവൃത്തികൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? Did Apostle Paul go to Iconium and Lystra and Antioch and Galatia and Pontus and all these places and began to have elections to have a leader? Never ഈ, did that. പൗലോസ് പോയതായുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ലീഡറെ ഉണ്ടാക്കാൻ വേണ്ടി പോയി വോട്ടിട്ട് തെരഞ്ഞെടുക്കുന്ന വ്യവസ്ഥയിലേക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ പരിപാടി എവിടെയെങ്കിലും They വായിച്ചിട്ടുണ്ടോ? never had an executive committee. അവർക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും They ഇല്ലായിരുന്നു, had no elections, please. അവർക്ക് തെരഞ്ഞെടുപ്പേ ഇല്ലായിരുന്നു. But the Bible says God set up each member in their own place in the body. Praise God. എന്നാൽ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് ദൈവമാണ് തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ അവരവരുടെ സ്ഥാനങ്ങൾ And വെച്ചിരിക്കുന്നത്. that is why we have so much of problem today. അതുകൊണ്ടാണ് വാസ്തവത്തിൽ പല പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നത്. Men have turned away from God's word to their own clever ideas and management. ഇന്ന് മനുഷ്യർ അവരുടെ സ്വന്തം ബുദ്ധിക്ക് അനുസരിച്ച് വേദപുസ്തകത്തെ വ്യതിചലിപ്പിച്ചിരിക്കുകയാണ്. But the Bible says the Lord Jesus Christ, the head, He is the one who appoints each member in their own place in the body of Christ. എന്നാൽ കർത്താവിന്റെ ശരീരത്തിൽ ദൈവമാണ് ഓരോ അവയവങ്ങളെയും വെവ്വേറെയായി അത് അതിന്റെ സ്ഥാനങ്ങളിൽ വെച്ചിരിക്കുന്നത് സഭയിൽ എന്നാണ് Now പറഞ്ഞിരിക്കുന്നത്. turn again to 1 Corinthians chapter 12, 12-ാം അധ്യായം 1 കൊരിന്ത്യർ verse 12. 12-ാമത്തെ വാക്യം. Someone read. ശരീരം ഒന്നും അതിന് അവയവം പലതും ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ He's building a body in the earth today. He's building a body, and it's not of clay, a spiritual body to the glory of God. He's building a body in the earth today. Your place in that body in the earth today. Get into God's order and learn to obey. The death to self message will show you the way. He's building a body in the earth today.